നമസ്കാരം. തൃശൂരിൽ ഇന്നസെന്റിനോടൊപ്പമുള്ള ഫോട്ടോ വെച്ച് വീണ്ടും വിവാദത്തിലാവുകയാണ് സുരേഷ് ഗോപി. തങ്ങളുടെ അറിവോടെയല്ല എന്ന് പറഞ്ഞ് ഇന്നസെന്റിന്റെ കുടുംബം രംഗത്ത് വന്നതോടെ സുരേഷ് ഗോപി വെട്ടിലായി. BJP പ്രവർത്തകരല്ല ഫോട്ടോ വെച്ചതെന്ന് പറഞ്ഞ് പ്രവർത്തകരും കൈയൊഴിഞ്ഞതോടെ മറുപടി പറയാനാകാതെ സുരേഷ് ഗോപി മൗനം പാലിക്കുകയാണ്. എന്നാൽ സിനിമാ മേഖലയിൽ നിന്നാണെങ്കിലും വലിയ സൗഹൃദം സൂക്ഷിക്കുന്നവരായിരുന്നു ഇന്നസെന്റും സുരേഷ് ഗോപിയും. പക്ഷേ രണ്ടുപേരുടെയും രാഷ്ട്രീയം രണ്ടായിരുന്നതുകൊണ്ടും ഇടതുപക്ഷത്തിന്റെ ജനനേതാവ് കൂടിയായ ഇന്നസെന്റിനോ കുടുംബത്തിനോ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതോടെ വീണ്ടും വിവാദങ്ങളിൽ ഇടം നേടുകയാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഇരിങ്ങാലക്കുടയിൽ വെച്ച NDAയുടെ ഫ്ലെക്സിൽ സുരേഷ് ഗോപിക്കൊപ്പം ഇന്നസെന്റിന്റെ ചിത്രം കൂടി ഉപയോഗിച്ചിരുന്നതാണ് വിവാദത്തിലാകുന്നത്. തങ്ങളുടെ അറിവോടെയല്ലെന്ന് ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കി ഇന്നസെന്റിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് കുടുംബം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത്. മലയാള സിനിമാ നടനായിരുന്ന ഇന്നസെന്റും സുരേഷ് ഗോപിയും അനേകം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ്. അതേസമയം സഹപ്രവർത്തകരാണെങ്കിലും വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ നിന്നുള്ളവരാണ് ഇരുവരും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർലമെന്റിൽ എത്തിയിട്ടുള്ള ആളുമാണ് ഇന്നസെന്റ്. സുരേഷ് ഗോപി മത്സരിക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. നേരത്തെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപിയുടെ പേര് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. തൃശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിന് ശേഷമുള്ള ചടങ്ങുകൾ പോലീസ് നിയന്ത്രണത്തിൽ അലങ്കോലപ്പെട്ടത് സുരേഷ് ഗോപിയുടെ ജയം ഉറപ്പാക്കാൻ മനഃപൂർവ്വം പൂരം കലക്കിയതാണെന്ന് ആരോപിച്ച് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. സുരേഷ് ഗോപിയാണ് പ്രശ്നം പരിഹരിച്ചെന്ന പ്രചാരണം ഇപ്പോൾ BJP സൈബർ സെൽ ചെയ്യുന്നുണ്ടെങ്കിലും വോട്ട് കച്ചവടത്തിനുള്ള അന്തർധാര പുറത്തായിരിക്കുന്നുവെന്നും പറയുന്നു. കമ്മീഷണർ പൂരം കലക്കാൻ രാവിലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നെന്നും ഇതിന് താൻ തന്നെ സാക്ഷിയാണെന്നും സുരേഷ് ഗോപി പൂരത്തിന്റെ അന്ന് എവിടെയും കണ്ടില്ലെന്നും പിന്നീട് സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്ന് ഷോ കാണിച്ചെന്നും K മുരളീധരൻ പറഞ്ഞിരുന്നു. അതേസമയം പൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നെന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു. വെടിക്കെട്ട് തടസ്സപ്പെട്ടപ്പോൾ തന്നെ വിളിച്ചു വരുത്തിയതാണെന്നും ബ്ലോക്ക് ചെയ്തിട്ടതിനാലാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ വരേണ്ടി വന്നതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. തന്നെ വിളിച്ചത് തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്നാണെന്നും കൂടുതൽ തല്ലുകൊള്ളാതിരിക്കാൻ നിർത്തിപ്പോവുക എന്നതാണ് പോലീസ് പറഞ്ഞതെന്നും സുരേഷ് ഗോപി പറയുന്നു.